ഞാൻ അന്നേരം കൊല്ലം കോർപ്പറേഷൻ്റെ കൗൺസിലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നേരം അഹങ്കാരമായിരിക്കാം. ഒരു അഹങ്കാരം എന്തോ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പറയാൻ. അപ്പോഴത്തേക്ക് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, ഈ പറയുന്ന മാതാവ് ഈ പറയുന്ന എല്ലാം സാധിച്ചു തരുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു ഒരു ധിക്കാരം മട്ടിൽ പത്രം വാങ്ങിച്ചു, വായിക്കുക പോലും ചെയ്യാതെ വെച്ചൊരു വ്യക്തിയാണ്. വെച്ചു. പിന്നെ അത് കഴിഞ്ഞു കുറേ പത്രം നോക്കിയിട്ടില്ല. അവൾ അന്നേരം പറഞ്ഞിട്ട് യൂട്യൂബിൽ ചാനലുണ്ട്, നീ അത് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്ക്. ഞാൻ പറയാം ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അവൾ ചാനലെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു. നോക്കിയില്ല. അവളെ മുന്നിൽ വെച്ച് എല്ലാം നോക്കുന്ന പോലെ കാണിച്ചു. നോക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല. എന്തോ ഒരു പുച്ഛഭാവമായിരുന്നു എനിക്ക് തോന്നി. പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ വരണം. ഞങ്ങളെ വീട്ടിൻ്റെ പ്രമാണം 10 വർഷത്തോളമായി ബറോഡ ബാങ്കിൽ ഇരിക്കുമായിരുന്നു. അത് എൻ്റെ ചേട്ടൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വെച്ചായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴത്തേക്ക് അത് എടുത്തു കൊടുക്കേണ്ടി വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടോ അതൊക്കെ പറ്റുന്നില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ടായിരിക്കും പറ്റാത്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ആശ്ചര്യമായി. ഇത് ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. ഇവിടെ വന്നു ഇത്രയും കണ്ടു. അന്ന് ഇവിടെ ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇവിടെ അച്ഛൻ്റെ എന്തോ ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വന്നു. അമ്മ ഉടമ്പടി എടുത്തു. അമ്മയുടെ കൂടെ ഞാനാണ് കയറിയപ്പം പിന്നെ ഈ ഉടമ്പടിയുടെ നിയോഗ പേപ്പർ തന്നു. അതിലെഴുതാൻ പറഞ്ഞപ്പോൾ 6 നിയോഗം വെക്കണം. അന്നേരം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വീടില്ലല്ലോ, നീ നിൻ്റെ ആവശ്യവും കൂടെ വെക്ക്. അന്നേരം എൻ്റെ മനസ്സിൽ വേണ്ട, വീട്ടിലെ കാര്യങ്ങൾ മതി. അങ്ങനെ വീട്ടിലെ അമ്മ പറഞ്ഞതും അമ്മയുടെയും അച്ഛൻ്റെ അസുഖവും പിന്നെ ഈ പ്രമാണത്തിൻ്റെ കാര്യം ആദ്യത്തെ ഉടമ്പടിയായിട്ട് വെച്ചു. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നും വെച്ചില്ല. അന്നേരം ഞാനിവിടെ വന്നു മാതാവിനെ കണ്ടപ്പം ഞാൻ പറഞ്ഞതേ, മാതാവ് ഞാനേ നിയോഗമൊന്നും വെച്ചില്ല. വെക്കാത്തതിന് കാരണം എനിക്ക് എൻ്റെ വീട്ടിൻ്റെ ആ പ്രമാണം എടുത്തു കൊടുത്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് മതി, അല്ലാതെ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞു. പോയി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ പ്രമാണം എടുത്തു. ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പം 13 ലക്ഷം രൂപ അടച്ചു ആ പ്രമാണം എടുത്ത് കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയാം. എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞു അമ്മയുടെ നിയോഗം പൂർത്തിയായി. അന്നേരമല്ല എനിക്കിത് അത്ഭുതം.